ഒരു മോതിരവും ഒരു കമ്മൽ എൻ്റെ മുന്നിൽ തന്നു. അച്ഛൻ്റെ മോതിരവും അമ്മയുടെ കമ്മലും ഒന്ന് പണം വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. 5 ഷോപ്പിനും 3 ഷോപ്പിനും 5 ആൽബം ചെയ്തു. ഇതിൻ്റെ എല്ലാം ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ അഭിനയത്തെ ചെയ്യാറില്ല. എനിക്ക് എൻ്റെ അഭിനയമായത് എല്ലാത്തും ഒരേ ഭാഗം എടുത്തത്. ജീവിതത്തിൽ നമ്മൾ ഒരാളെ മാറ്റി നിർത്താൻ പാടില്ല. അവനെ ഹാൻഡിക്കാപ്പ് ഒരാൾ എന്തും ആയിക്കട്ടെ. പിന്നെ പുള്ളിയെ ഓഫീസ് ഭക്തയായാലും എന്തൊക്കെ ചെയ്യും ശരിക്കും പറഞ്ഞ? സ്ക്രിപ്റ്റ് എഴുതും, ഡയറക്ട് ചെയ്യും, അഭിനയിക്കും, പിന്നെ ചെറുതായിട്ട് എന്തായാലും അഭിനയിക്കത്തില്ല. ഞാൻ അഭിനയത്തെ ചെയ്യാറില്ല. എനിക്ക് എന്റെ അഭിനയമായത് എല്ലാത്തും ഒരേ ഭാഗം എടുത്തത്. അതുകൊണ്ട് ആ ഒരു കയ്യിലേക്ക്. പക്ഷെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ എങ്ങനെ ആ ഒരു രീതിയിൽ കാണിച്ചു കൊടുക്കാനൊക്കെ അല്ലെങ്കിൽ അതൊക്കെ പറ്റും. ഞാൻ മുഖത്തെ ശ്രദ്ധിക്കല് അവരോട് ചെയ്തോളാം, നിങ്ങൾ ചെയ്തോ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് സിറ്റുവേഷൻ എന്താണ്, അതെങ്ങനെ വേണം, എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ എങ്ങനെ ആക്കി ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ ബോഡി ലാംഗ്വേജ് മാത്രം നമ്മളൊന്നും കാണിച്ചു നോക്കും എങ്ങനെ. അത് ചെയ്തു. അല്ല എനിക്ക് ഞാൻ പറയും എൻ്റെ മുഖം ശ്രദ്ധിക്കല്ല. എൻ്റെ മുഖത്ത് ഒരു ഭാഗം വരില്ല, ഒറ്റ ഭാഗം അങ്ങനെ അവർ അഭിനയിക്കും. നമ്മൾ ഓഡിഷൻ പോയി തന്നിട്ടല്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരെല്ലാം നമ്മുടെ സിനിമ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോ ഒരു സിനിമ എടുക്കുമ്പോൾ ആ ഒരു ഫണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, അമ്മയാണ് ഫസ്റ്റ് ഫണ്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഈ ഫണ്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞ ചേട്ടന് എന്താ ചെയ്തോണ്ടിരിക്കണം? വർക്ക് എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതോ സിനിമയാണോ ശരിക്കും പറഞ്ഞ? സിനിമ മാത്രം. അപ്പോ അത് മാത്രമായിട്ട് നിൽക്കുമ്പോഴേക്കും ഫണ്ടിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തായാലും അതെ, അവരാണ് ഫുള്ള്. 5 ഷോപ്പിനും 3 ഷോപ്പിനും 5 ആൽബം ചെയ്തു. ഇതിന്റെ എല്ലാം ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളാണ്. അവരിവിടെ വിശ്വസിച്ച് ചേട്ടനെ ഏൽപ്പിക്കുന്നതൊക്കെ. കാരണം അവരെല്ലാം നമ്മുടെ കൂടെ നമുക്ക് ക്യാമറ ആയാലും എഡിറ്റിംഗ് എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ നമുക്ക് വലിയ ചെലവൊന്നുമില്ല. 3 കാലത്തെ ഫുഡ് കാലത്തെ കൊടുത്താൽ പറയുമ്പോ എനിക്ക് മനസ്സിലാവും എന്തോരം അവര് കൂടെ നിൽക്കുന്നുണ്ട്, ചേട്ടൻ അവരുടെ അടുത്ത് എങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പം വീട്ടുകാരൊക്കെ ശരി, അവരൊക്കെ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാ. പക്ഷെ നാട്ടുകാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോ അന്ന് തള്ളിക്കളഞ്ഞ ആൾക്കാരായിരിക്കും ഇന്ന് ഇപ്പൊ ഒരു വിജയത്തിൽ എത്തി നിൽക്കുമ്പോഴേക്കും കൂടെ എന്താ പറയാ ചേർത്ത് പിടിക്കുന്ന ആൾക്കാര്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പണ്ട് മാറ്റി നിർത്തിയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ ആ രാകേഷ് എന്ന് പറഞ്ഞു ഒന്ന് വിളിക്കുന്നത് മാറ്റിയിട്ടൊക്കെ എനിക്ക് അവരൊന്നും ഒരു ദേഷ്യമോ ഒന്നുമില്ല, സ്നേഹം മാത്രം. കാരണം നമ്മൾ നാട്ടുകാരെന്ന് വന്ന് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം അവർക്ക് ഇന്ന് എന്താ നാട്ടിലെ കളിക്കൂട്ടുകാരുണ്ട്. അപ്പം അവരൊക്കെ എന്ന് പറയുന്നത് എന്നെ കുഞ്ഞിന് തൊട്ട് ഞാൻ നടക്കുന്ന പ്രായം തൊട്ട് എന്നെ എല്ലാത്തിനും കൂട്ടും, എല്ലാ പരിപാടിക്കും. അവൻ ഒരു കാര്യത്തിന് മാറ്റി നിർത്തിയിട്ടില്ല. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ അയ്യോ ഞാൻ ഹാൻഡിക്കാപ്പറാണ്, അയ്യോ ഞാൻ വയ്യാത്തതാണ് എന്നെനിക്ക് ഉള്ളിൽ തോന്നുന്നു വന്ന്. പക്ഷെ അവരൊക്കെ ഒന്ന് അങ്ങനെ തോന്നേ തരത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ ചിന്തയില്ലാത്ത, ഹാൻഡിക്കാപ്പ് എന്ന ചിന്തയില്ലാത്ത. അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ മാറ്റി ഇഷ്ടപ്പെട്ടതുകൊണ്ട് പലതുമുണ്ട്. പലതും ഇപ്പം എൻ്റെ കൂടെ നടക്കാൻ ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, കുറേ പേരുണ്ട്. കാരണം നമ്മൾ അവരുടെ കൂടെ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അവർക്ക് കുറച്ചായിട്ട് അങ്ങനെയൊക്കെ അനുഭവം ഇല്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ അതൊക്കെ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും കാണും. അതൊന്നും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. ഇപ്പം അതൊക്കെ മാറി. ഇപ്പൊ എല്ലാരും എന്താ പറയാ, ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണക്കാരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്. അവരൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ജീവിതത്തിൽ നമ്മൾ ഒരാളെ മാറ്റി നിർത്താൻ പാടില്ല. അവനെ ഹാൻഡിക്കാപ്പ് ഒരാൾ എന്തും ആയിക്കട്ടും. പക്ഷേ അവനെ വേദനിക്കുന്ന രീതിയിലുള്ള മാറ്റി നിർത്തപ്പെട്ട് ചെയ്യൽ. കാരണം അങ്ങനെ ആ വിഷമൊക്കെ അനുഭവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ തീവ്രത ഭയങ്കര വലുതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരാൾ കൂടെ ഇഷ്ടമല്ലെങ്കിൽ
അയാളെ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ വലിക്കുക ഒരു കൂടെ കൂട്ടിയിട്ട് 10,000 ആകുമ്പം അങ്ങോട്ട് മാറിയിരിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങിയിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്ക് എന്തെങ്കിലും വിഷമമായിരിക്കും. അല്ല അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? ഇപ്പൊ ഈ കുഞ്ഞിലെ കിട്ടുന്ന ട്രോമകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ കുഞ്ഞിലെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ വേദനിപ്പിച്ചാലോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാറ്റി നിർത്തപ്പെടലുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ അത് നമുക്ക് വലുതാകുന്നവരേക്ക് നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അതൊന്നും അവർ ബോധർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതൊന്നും അവർ നോക്കുന്നേ ഉണ്ടാവില്ല. പക്ഷെ ഈ കുട്ടിയുടെ മനസ്സിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര ഇപ്പോഴും അതൊരു നോവ് പോലെ കിടക്കും. അങ്ങനെ ചേട്ടൻ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട്? എന്തിനാ ചെയ്യുന്നത്? നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ. അങ്ങനെ ചെയ്ത എന്നാണ് കാര്യം ചോദിച്ചത്. ഇപ്പം നമ്മളിപ്പം ഒരു കുട്ടിക്ക് ചെറുപ്പത്തിൽ ഉണ്ടാകും വേദനയായിരിക്കും, അത് വളർന്ന് അതിനുള്ളിൽ കഴിഞ്ഞ് വളർന്ന് ഒന്നെങ്കിൽ അവനെ രോഗിയാക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്കാം. പക്ഷേ മുറിവേക്കുന്ന ഒരു കാര്യം ചിന്തിക്കാം, നാളെ നമുക്കൊരു അനുഭവം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ആരും ഒരാളെ പോലും വേദനിപ്പിക്കാൻ പാടില്ല. കാരണം നമുക്കെന്ത് ഇപ്പം എൻ്റെ അനുഭവം തന്നെയാണെങ്കിൽ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തായോ, എനിക്കെൻ്റെ കട്ടയൊക്കെ കൂടുന്ന അമ്മയും എൻ്റെ സുഹൃത്തുക്കളും അതൊന്നും മാത്രം മൈൻഡ് ചെയ്യത്തുള്ളൂ. പിന്നെ ചെറുപ്പത്തിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എന്നെ ആ രീതിയിൽ കണ്ടിട്ടില്ല. ഏതാ മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ ഒരു വ്യക്തിയെ സമൂഹമാണല്ലോ വളർത്തുന്നതും എല്ലാം ചെയ്യുന്നത്. ആ വ്യക്തിയെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കെല്ലാം കാരണം സമൂഹമാണ്. അങ്ങനെ അവരെ എനിക്ക് പറയുന്നത് മാക്സിമം നിങ്ങൾ അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർക്ക് അവർ സഹായിക്കാൻ ശ്രമിക്കുക. അവർക്കും ജീവിക്കണം. ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. കളം എന്നുള്ളൊരു പേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്താ, അതിനുള്ള റീസൺ? ഈ കളം എന്ന് വെച്ചാൽ എന്തുവാ? കളം ഒരു ഇതാണ് ഉദ്ദേശിച്ചത്, കളിക്കളം അങ്ങനെ കള ഒരുക്കുക. ആ കളം ഒരുക്കുന്നത് പൂട്ടാൻ വേണ്ടി കള ഒരുക്കുക. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കി. 24 മണിക്കൂർ കൊണ്ട് ഒരാളെ വീട്ടാൻ വേണ്ടി കള ഒരുക്കുന്നു. അതാണ് കളം. ഇത് ഫസ്റ്റ് ഇതിന്റെ ഒരു പേര്, ഒരു ടൈറ്റിൽ പറഞ്ഞപ്പോഴേക്കും ആദ്യം ചേട്ടൻ എന്തായാലും അമ്മയുടെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്താണല്ലോ കുറച്ചുകൂടി, അവരൊക്കെ എന്താ ഫസ്റ്റ് പറഞ്ഞത്? ആദ്യം ഞങ്ങൾക്ക് കളം കളന്ന് മാത്രം. അപ്പം അതേപോലെ സെയിം സിനിമ ഉണ്ട്. എന്തോ അതേപോലെ സെയിം സിനിമ വേറെ ഉണ്ട്. ഉണ്ട്. അപ്പം അത് കാണും വേറെ എന്തിനും. അപ്പം ഞാൻ ആലോചിച്ചു, ശരിക്കും 24 മണിക്കൂർ കഥയായിട്ട് നടക്കുന്നത്. അങ്ങനെ കളം 24 ഉണ്ട്. അപ്പം പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ കഥക്ക് എന്തുകൊണ്ടും ആപ്റ്റായ പേരാണ്. അപ്പം സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു നല്ല ആപ്റ്റായ പേര്, വേറെ പേര് പല പേര് ആലോചിച്ചു, ഒന്നും കിട്ടിയില്ല. ചേട്ടന് വേറെ ഏതെങ്കിലും പേരുകൾ ഇഷ്ടപ്പെട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നോ? വേറെ ഏതെങ്കിലും പേര് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നോ? ഇതില്ലെങ്കിൽ ഇതിടാം അങ്ങനെയൊക്കെ? ഇല്ല, ഇത് മാത്രമായിരുന്നു മനസ്സിൽ. പല പേര് ആലോചിച്ചു, പക്ഷെ ആ പേരൊന്നും മാറ്റാൻ വന്നു. ഇംഗ്ലീഷിൽ പേര് ആലോചിച്ചു, മാറ്റാൻ വന്നു. അപ്പം പിന്നെ എങ്ങനെ ആ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ വന്നത്, ഈ ഒരു കഥയുടെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നത്? അത് നമ്മുടെ ഞാൻ ന്യൂസ് കണ്ടിരിക്കുകയായിരുന്നു, ന്യൂസ് കണ്ടോണ്ടിരിക്കുക. ന്യൂസ് വന്ന ഒരു സാധനം, ഒരു എലമെന്റ്, അത് പല രീതിയിലും പലരും കേട്ടുമെന്ന് കഥയാണ്. പക്ഷെ ആ സംഭവത്തെ അപ്പുറമാക്കി നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാവുന്നത്, ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇത് ഫസ്റ്റ് ഇതൊരു ന്യൂസ് എന്താ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ന്യൂസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ത്രെഡ് മനസ്സിലാലോചിച്ചപ്പോഴേക്കും ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരു ഞാൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കുന്നത് ഡിഫിക്കൽട്ട് ആണെന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ. ഇപ്പൊ ഈ ഒരു ത്രെഡ് മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും ഇത് ആളുകൾക്ക് എത്രത്തോളം അത് കൺവേ ആവും, അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്താൽ നല്ല രീതിയിലേക്ക് എത്തിക്കാം എന്നൊക്കെ ആദ്യമേ തിങ്ക് ചെയ്തപ്പോഴേക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, കാരണം ഓരോ നമ്മൾ 3-4 ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായി സിനിമയ്ക്ക്.
അങ്ങനത്തെ പല ക്ലിപ്പും പല ആർട്ടിസ്റ്റിനും അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ ഇപ്പോൾ ഒരു നടൻ എനിക്ക് ഡേറ്റ് തന്ന, മലയാളത്തിൽ നല്ലൊരു നടൻ എനിക്ക് ഡേറ്റ് തന്ന, ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഡേറ്റ് തന്ന വേറൊരു കഥയ്ക്ക് വേണ്ടി. പക്ഷേ അന്ന് എനിക്ക് പുറത്ത് ഓണാക്കാൻ പറ്റിയില്ല. അപ്പം പുള്ളിക്ക് തിരക്കഥയും വായിച്ച പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ആ സിനിമ ഉണ്ടാവും, ഇനിയും ഉണ്ടാവും. ഇപ്പൊ പ്രൊഡക്ഷൻ ഏതെങ്കിലും ആദ്യമേ സമീപിച്ചിരുന്ന ആളുകൾ തന്നെയാണോ ഇപ്പോഴും ഉണ്ടായിരുന്നത്, അതോ നേരത്തെ വേറെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടായിരുന്നോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്? ഇല്ല, കാരണം ഞാൻ ഓൾറെഡി കുറേ നമ്മൾ പ്രൊഡക്ഷൻ സമീപിച്ചാൽ അവരൊക്കെ നമുക്ക് നമ്മൾ എന്തോ ഒരു അവർക്കൊരു വിശ്വാസമൊക്കെ, അതുകൊണ്ട് അവർക്കും ഇവൻ ചെയ്താൽ എടുക്കാൻ പറ്റുമെന്നൊക്കെ ഒരു സംഭവം. അതുകൊണ്ട് പിന്നെ കൂടെ പ്രൊഡക്ഷനിലേക്ക് പോയില്ല. കാരണം ഓൾറെഡി കുറേ നല്ലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രൊഡ്യൂസറെ കണ്ട് പുള്ളിയായിട്ട് കഥ വന്നു. ഒരു കഥ ഞാൻ എൻ്റെ വേറെ സുഹൃത്തും നോക്കുവാൻ, പിന്നെ കഥ വന്നു. കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ നല്ല കഥയാണല്ലോ. അപ്പോൾ ഞാൻ ഡയറക്റ്റൊന്നും ആകുകയല്ല, തിരക്കഥ അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും ഇങ്ങനെ ദിലീപേട്ടനും പറ്റിക്കയാത്ര ആ സമയത്ത് ഇപ്പം വർഷങ്ങളായി ആ കഥ. ആ സമയത്ത് പുള്ളി എനിക്കെന്താ സിനിമ ശരിയായിട്ടില്ല, സിനിമയിൽ വലിയ അറിവൊന്നും ആ സമയത്തില്ല. അപ്പം പുള്ളി ദിലീപേട്ടനെ പറ്റി ക്യാരക്ടറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ദിലീപേട്ടനെ പോയി കാണാൻ പോകും എൻ്റെ അടുത്ത്. അന്ന് ഭയങ്കര ആവേശമല്ലയോ. ഇവിടുന്ന് ഏറാവത്തത് വണ്ടി വെച്ച് ദിലീപ് 4 വേല വീട്ടിൽ പോയി. പക്ഷേ പുള്ളി അവിടെ ഇല്ല. പിന്നെ പുള്ളിയെ ഓഫീസ് ഭക്തയായാലോ പത്മയുടെ ഓഫീസിൽ പോയിട്ട് ഒരു നമ്പർ വാങ്ങിച്ചു, കോണ്ടാക്ട് ചെയ്യാൻ പോകും. അങ്ങനെ വന്ന് അപ്പം ഞാൻ പ്രൊഡ്യൂസർ സാറേ അങ്ങനെ ദിലീപിനെ പോയി കാണാൻ പറ്റിയില്ല, പക്ഷെ പുള്ളിയെ നമ്പർ കിട്ടിയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾ ഒരു അസോസിയേറ്റ് ഡയറക്ടറെ, മിടുക്കമായ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടോ എന്ന് ചോദിക്കണം. അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഒരു കഥ നമുക്ക് പുതിയ ആൾക്കാർ ചെയ്യിപ്പിക്കാണ്. അങ്ങനെ ഒരു ഡയറക്ടറെ കണ്ടു. ആ പുള്ളിക്ക് കഥ ഇഷ്ടപ്പെട്ടു. ഞാൻ വേണ്ടി പ്രൊഡ്യൂസർ ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പം ഞാൻ പുള്ളി പോയി കണ്ടിട്ട് മീറ്റ് ചെയ്യണം, പ്രൊഡ്യൂസറായിട്ട് മീറ്റ് ചെയ്യണം. അങ്ങനെ പോയി പിറ്റേ 2 ദിവസം പുള്ളി വിളിച്ചു. ജമ്മൻ ചെയ്ത് ഫോൺ എടുക്കുന്നില്ല. അപ്പം ഞാൻ എന്തെങ്കിലും തിരക്കപ്പം പുള്ളിയെ വീട്ടിൽ പോയി. പുള്ളിയെ വീട്ടിൽ പോയിട്ട് പുള്ളി ചോദിച്ചു, നമ്മൾ സാറേ ഫോൺ ആഴ്ച പടം ചെയ്യുന്നില്ല. പക്ഷേ ആ സമയത്ത് വേറൊരു പടം അവരെ കമ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുക. പുള്ളിക്ക് അപ്പോൾ ഉണ്ടായ വിഷമം പുള്ളിക്ക് ആദ്യമേ പറയാം, നമുക്കിന്ന് താല്പര്യമില്ല, നീ വേറെ ആയെങ്കിലും നമ്മൾ ഇത്രയും ഓടിച്ചിട്ട് ഇത്രയും ആലോചിച്ചിട്ട് അതൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ നമ്മൾ CMK പ്രൊഡക്ഷൻ ഉണ്ട്, ഒരു നല്ല മനുഷ്യരാണ്. അവരുടെ കഥ പറഞ്ഞു, കഥ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അവർ അത് ഇൻവോൾവാകുന്നത്. നമ്മൾ ചെറിയ ബഡ്ജറ്റാണ്, എല്ലാം പുതുമങ്ങളായിരിക്കും, എന്തൊക്കെ നമുക്ക് നോക്കാം, രാഗേഷ് ചെയ്താകുമ്പോൾ. അങ്ങനെയാണ് CMK പ്രൊഡക്ഷൻ എന്ന കമ്പനി നമ്മളും കൂടെ ചെയ്യാൻ കടം 24 സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ 2 വർഷം എടുത്തു. ഇതിൻ്റെ പുറകെ ഈ സിനിമയുടെ പുറകെ 2 വർഷം എടുത്തു. 2 വർഷം എടുത്തു ഈ ഒരു സിനിമ വരാൻ വേണ്ടിയിട്ട്. അത് കുറേ സാമ്പത്തികമില്ലായ്മ കാര്യം. അപ്പോൾ അവസാന ഘട്ടത്തിൽ തന്നെ നമുക്ക് സെഞ്ചുറിയും പൈസയില്ല, അങ്ങനെ കുറേ പ്രശ്നമുണ്ടായിരുന്നു. തന്നെയല്ല, ഞാൻ എഡിറ്റ് ചെയ്ത് രണ്ടാമത് വീണ്ടും എഡിറ്റ് ചെയ്തു, റീഎഡിറ്റ് ചെയ്തതിന് പൈസയും എല്ലാം നമ്മൾ പണ്ട് പോലും ഇല്ലായിരുന്നു. അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു നോക്കണം. അമ്മ വന്നു, എത്ര വേണം? ശരി. പിറ്റേദിവസം രാവിലെ ഒരു മോതിരവും ഒരു കമ്മലും എൻ്റെ മുന്നിൽ തന്നു. അച്ഛൻ്റെ മോതിരവും അമ്മയുടെ കമ്മലും ഒന്ന് പണം വെച്ചിട്ട്
ബാക്കി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അപ്പം അച്ഛൻ എപ്പോൾ എടുത്ത് പത്താം തീയതി എത്തുക. ഇപ്പോൾ 10-ാം തീയതി ഇപ്പോൾ ഓരോ മാസം 10-ാം തീയതി ഇത് മാസങ്ങളായി. അപ്പം അങ്ങനെയാണ് ആ സിനിമ എഡിറ്റിങ്ങെല്ലാം കമ്പിച്ച് സെൻസർ ഇങ്ങനെ ആക്കി. ഇനി മുന്നോട്ട് സെൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് തിയേറ്റർ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പം ആ സമയത്ത് ജീവിക്കണ്ട എന്ന് വിചാരിച്ച സിറ്റുവേഷനാണ്. അതോ സാമ്പത്തിക പ്രശ്നങ്ങളും ഒരുപാടുണ്ടായിരുന്നു.